വീട്ടുകാർ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ, ഇതെന്താ ഈ മുട്ട റോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നേ, ഇതിൽ സവോള എന്താ വെന്തിട്ടില്ലേ, ഇതെന്താ ഇതിന്റെ കളർ ഇങ്ങനെ, മസാല കുത്തിയിട്ട് കഴിക്കാൻ വയ്യല്ലോ, അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ. ഇനി മുട്ട റോസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കി. അവരെല്ലാം ഇതിന്റെ റെസിപ്പിയും ചോദിച്ച് നിങ്ങളുടെ പിറകെ നടക്കും. അതിനായി ചട്ടി അടുപ്പത്ത് വെച്ച് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 പിടി കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാലയെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീ സിമ്മിലേക്ക് മാറ്റിയേക്കണം. അങ്ങനെ ചെറു തീയിൽ കിടന്ന് മസാലയെല്ലാം മൂത്ത് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച മീഡിയം വലുപ്പത്തിലുള്ള 2 സവോള അരിഞ്ഞതും, ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും, എരിവിനാവശ്യത്തിന് പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ശേഷം മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കളറെല്ലാം മാറി സവോള നന്നായി വഴണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ ഒരു സീക്രട്ട് ഏജന്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതാണ് നമ്മുടെ മുട്ട റോസ്റ്റിന് ടേസ്റ്റ് വേറെ ലെവലിൽ എത്തിക്കുന്നത്. വേറെ ഒന്നുമല്ല, 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി മസാല ഈ ഒരു കളറിൽ എത്തുമ്പോൾ പുഴുങ്ങി വരഞ്ഞു വെച്ച മുട്ടയും ചേർത്ത് കൊടുത്ത് മുട്ടയുടയാതെ ഗ്രേവിയിൽ പൊതിഞ്ഞെടുത്താൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മുട്ട റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.